Hello my dears, welcome to ECS online class. അപ്പോൾ നമ്മൾ 8th chapter കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ അതിനു മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. പേജ് നമ്പർ 65 നമ്മുടെ 8th ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ, അല്ല ആ ടേബിൾ കഴിഞ്ഞുകൊണ്ട് 2 ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് കുറച്ച് കുട്ടികൾക്ക് ഡൗട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ ആൻസേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, കുറച്ച് പേര് ആൻസേഴ്സ് ചെയ്തില്ല. അപ്പോൾ ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, താഴത്തെ ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ആ ക്വസ്റ്റ്യൻസിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ലെഫ്റ്റ് ഇൻ ഓൾ, എത്ര കുട്ടികളാണ് മിച്ചമുള്ളത്? മൊത്തത്തില് 1 തുടങ്ങി 5 വരെയുള്ള ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് മിച്ചമുള്ളത് എന്നാണ് ആ ചോദ്യം. അപ്പൊ നമുക്കറിയാമോ, ക്ലാസ് 1 3 കുട്ടികൾ മിച്ചമുണ്ട്, ക്ലാസ് 2 2 ഉണ്ട്, ക്ലാസ് 3 5, ക്ലാസ് 4 4, ക്ലാസ് 5 6. അപ്പൊ സ്റ്റുഡൻസ് ലെഫ്റ്റ് എന്നുള്ള ആ പച്ച ബോക്സിൽ ഓരോ ക്ലാസ്സിൽ മിച്ചം വന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ എത്ര കുട്ടികൾ എല്ലാം കൂടെ എത്ര കുട്ടികൾ മിച്ചം വന്നു എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ആഡ് ചെയ്താൽ മതി അല്ലെ? 3 + 2 + 5 + 4 + 6. അപ്പൊ എത്ര കുട്ടികൾ മിച്ചം വന്നു? 20. അപ്പൊ അവിടെ എല്ലാരും എഴുതിക്കേ 20. ഇനി ഇവരെ വെച്ച് നമുക്ക് എത്ര ടീംസ്, ഈ മിച്ചം വന്ന ഈ 20 സ്റ്റുഡൻസിനെ കൊണ്ട് നമുക്ക് എത്ര ടീംസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അടുത്ത ചോദ്യം. എത്ര ടീംസ് വെച്ചും? ഒരു ടീമിൽ 10 പേര്, അപ്പോ 20 പേരടങ്ങുന്ന കുട്ടികൾ ഇനി മിച്ചമുണ്ട്. അപ്പൊ എത്ര ടീംസ് പറ്റും? 2 ടീംസ്. അവിടെ എല്ലാവരും എഴുതിക്കേ 2 ടീംസ്. അപ്പൊ ഇപ്പൊ എല്ലാവരുടെയും ഡൗട്ട്സ് മാറി എന്ന് വിശ്വസിക്കുന്നു. അവിടെ എല്ലാവരും എഴുതണം കേട്ടോ. ഇനി നമുക്ക് സന്തോഷത്തോടെ പുതിയ ചാപ്റ്ററിലോട്ട് പോകാം. മൈ ഫൺ ഡേ. ഒരാഴ്ചയില് നമ്മളിവിടെ ആഴ്ചകളും മാസങ്ങളും ഒക്കെ ആട്ടോ പഠിക്കുന്നത്. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട് എല്ലാവർക്കും അറിയാമോ? ഏതൊക്കെയാണ് ദിവസം അറിയാമോ എല്ലാവർക്കും? ഒന്ന് പറഞ്ഞേ. മിസ്റ്റർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? തിങ്കളാഴ്ച ദിവസം മൺഡേ, ചൊവ്വ ട്യൂസ്ഡേ, ബുധൻ വെനസ്ഡേ, വ്യാഴം തേഴ്സ്ഡേ, വെള്ളി ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുന്നത് ശനിയാഴ്ച, സൺഡേ എന്ന് പറയുന്നത് ഞായറാഴ്ച അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ദിവസങ്ങൾ അല്ലെ? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ അല്ലേ? ഇനി നോക്കിയേ, വൺ ഡേ മൺഡേ, went to Tuesday, to see Wednesday, and ask Thursday, to tell Friday, and also Saturday. That Sunday is fun day. ചുമ്മാ ഓരോ ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു തമാശ വന്നിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും അവിടെ എന്താ ഈ ആഴ്ചകളുടെ അല്ലെ ഈ ദിവസങ്ങളുടെ, ഈ ആഴ്ചയിലെ ഈ ദിവസങ്ങളുടെ പേര് അറിഞ്ഞിരിക്കണം, സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണം. ഓക്കെ, കറക്റ്റ് ഓർഡർ അറിഞ്ഞിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ സൺഡേ എ ഫൺ ഡേ ഫോർ യു. ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ, ഭയങ്കര ആഹ്ലാദം നിറഞ്ഞ ദിവസമാണോ? ഫൺ ഡേ ആണോ നിങ്ങളുടെ? ആണല്ലേ? കാരണം എന്താ? അന്ന് സ്കൂളില്ല, ട്യൂഷൻ ഇല്ല അല്ലേ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ഇല്ല. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിരിക്കത്തില്ലേ? അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് സൺഡേ ഒരു ഫൺ ഡേ ആണോ? ആണെങ്കിൽ യെസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ നോ എന്ന് എഴുതിക്കോ. എല്ലാവർക്കും യെസ് ആയിരിക്കും. ഇനി Monday is happy to be the first day of the week. Now you tell. നമുക്കിപ്പോ മൺഡേ സാധാരണ എല്ലാവർക്കും സംശയം വരും, സൺഡേ അല്ലേ ആദ്യം വരേണ്ടത് എന്ന് എല്ലാവർക്കും സംശയം വരും. പക്ഷെ നമുക്ക് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ ഈ ചാപ്റ്ററിൽ മൺഡേ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മളിപ്പം കണക്കാക്കുന്നത്. മൺഡേ is happy to be the first day of the week. Now you tell. മൺഡേ നമുക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്താല് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. The third day of the week is Monday ഫസ്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ the third day, മൂന്നാമത്തെ ദിവസം ഏത് വരും? ഈ ആഴ്ചയിൽ മൂന്നാമത്തെ ദിവസം ഏത് വരും? ഫസ്റ്റ് മൺഡേ, സെക്കൻഡ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ തേർഡ് വെനസ്ഡേ, ഫോർത്ത് തേഴ്സ്ഡേ, ഫിഫ്ത്ത് ഫ്രൈഡേ, സിക്സ്ത് സാറ്റർഡേ, സെവൻത്ത്
സൺഡേ. മൊത്തം 7 ദിവസം അല്ലേ? മൺഡേ ഫസ്റ്റ് ആണെങ്കിൽ തേർഡ് ഡേ ഏത് വരും? വെനസ്ഡേ. അവിടെ എഴുതിക്കേ, the third day of the week is Wednesday. ഇനി the fifth day of the week is അഞ്ചാമത് വരുന്ന ദിവസം ഏതാണ്? Friday. ഇവിടെ എഴുതിക്കേ Friday. The second day of the week is ഏതാണ്? രണ്ടാമത് വരുന്ന ദിവസം ഏതാണ്? Tuesday. Okay, Tuesday. ഇനി the last day of the week is അങ്ങനെയെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന ലാസ്റ്റ് ഡേ ഏതായിരിക്കും? മൺഡേ തുടക്കമാണെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് സൺഡേ. അപ്പൊ അവിടെ എഴുതിക്കേ സൺഡേ. വിച്ച് ഡേ വിൽ കം? നമുക്കിനി എങ്ങനെയൊക്കെയാ ഏതൊക്കെ ദിവസം വരും? ആ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ ദിവസമാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. എ, ആഫ്റ്റർ സൺഡേ. സൺഡേ കഴിഞ്ഞ് ഏത് ദിവസം വരും? സൺഡേ കഴിഞ്ഞ് പിന്നെയും അടുത്ത ദിവസം മൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണല്ലേ? അപ്പൊ സൺഡേ കഴിഞ്ഞ് ഏത് ദിവസമാണ്? മൺഡേ. അവിടെ എഴുതിക്കേ മൺഡേ. ബിഫോർ സൺഡേ. സൺഡേക്ക് മുൻപ്. ഈ സൺഡേക്ക് മുൻപ് ഏത് ദിവസമാണ്? സാറ്റർഡേ. എഴുതിക്കേ അവിടെ ബിഫോർ സൺഡേ ഈസ് സാറ്റർഡേ. സാറ്റർഡേ എന്ന് എഴുതുക. ഇനി പേജ് നമ്പർ 67, ആഫ്റ്റർ വെനസ്ഡേ. വെനസ്ഡേ കഴിഞ്ഞ് വരുന്ന ആഫ്റ്റർ വെനസ്ഡേ ഏതാണ്? തേഴ്സ്ഡേ. ഓക്കെ, ആഫ്റ്റർ വെനസ്ഡേ തേഴ്സ്ഡേ ആണ്. ഇനി ബിഫോർ വെനസ്ഡേ, വെനസ്ഡേക്ക് മുൻപ് ഏതാണ്? ട്യൂസ്ഡേ. അവിടെ എഴുതിക്കേ ട്യൂസ്ഡേ. ഇനി ഈ തേഴ്സ്ഡേ 2 days after സൺഡേ. സൺഡേ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം ഏതാണ്? സൺഡേ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ദിവസം മൺഡേ ആണ്. രണ്ടാമത്തെ ദിവസം ഏതാണ്? ട്യൂസ്ഡേ. അവിടെ എല്ലാവരും എഴുതിക്കേ ട്യൂസ്ഡേ. അപ്പൊ എല്ലാവർക്കും സംശയം തോന്നും, സൺഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ വെനസ്ഡേ അല്ലേ, അത് ട്യൂസ്ഡേ ആണോ എന്നൊരു സംശയം തോന്നും. സംശയിക്കണ്ട, സൺഡേ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ട്യൂസ്ഡേ എന്ന് എഴുതുക. നേരെ മറിച്ച് ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യമെങ്കിൽ the day that follows the 2 days after Sunday. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2 days after Sunday. സൺഡേ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം ഏതാണ്? ട്യൂസ്ഡേ ആണ് ഉത്തരം. സംശയം വേണ്ട. വെനസ്ഡേ ആണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ട, ട്യൂസ്ഡേ ആണ്. നേരെ മറിച്ച് നമ്മുടെ ചോദ്യം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം ഉറപ്പായും വെനസ്ഡേ ആയിരുന്നേനെ. അതായത് the day that follows the 2 days after Sunday. അതായത് സൺഡേ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ, സൺഡേ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരുന്ന ഏത് ദിവസമാണ് ചോദിച്ചിരുന്നെങ്കിൽ വെനസ്ഡേ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. സൺഡേ കഴിഞ്ഞ് വരുന്ന സൺഡേ കഴിഞ്ഞ് 2 ദിവസം, രണ്ടാമത്തെ ദിവസം ഏതാണെന്നാ ചോദ്യം. അപ്പൊ ട്യൂസ്ഡേ. ഓക്കെ, അപ്പോൾ വെനസ്ഡേയും ട്യൂസ്ഡേയും തമ്മിൽ കൺഫ്യൂഷൻ പാടില്ല. സൺഡേ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ദിവസം ട്യൂസ്ഡേ ആണ്. അവിടെ എഴുതിക്കേ. ഇനി 4 days after വെനസ്ഡേ. വെനസ്ഡേ കഴിഞ്ഞ് വരുന്ന നാലാമത്തെ ദിവസം 1, 2, 3, 4 ഏതാണ്? സൺഡേ. ഇനി 7 days after മൺഡേ. മൺഡേ കഴിഞ്ഞ് വരുന്ന ഏഴാമത്തെ ദിവസം ഏതാണ്? മൺഡേ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, 2, 3, 4, 5, 6, 7. മൺഡേ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്താണ്? മൺഡേ തന്നെ അല്ലേ? സോ അവിടെ എഴുതിക്കേ മൺഡേ. ഇനി which day do you like most? Why? ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെ പ്രിയപ്പെട്ട ദിവസം ഏതാണ്? അതാണ് ചോദ്യം. അത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും സൺഡേ ആയിരിക്കും. കാരണം എന്താ? ഇന്ന് ദിവസം ഫുൾ ഫ്രീ അല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ, സൺഡേ ആണെങ്കിൽ സൺഡേ എന്ന് എഴുതുക. മൺഡേ ആണെങ്കിൽ പഠിക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പറയും എനിക്ക് മൺഡേ ആ ഇഷ്ടം. കാരണം എന്താ? അന്ന് പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് നിങ്ങളുടെ ഇഷ്ടമുള്ള ദിവസം ഏതാണ്? നിങ്ങൾ ജനിച്ച ദിവസം, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇഷ്ടം ആ ദിവസം എഴുതുക, അതിന്റെ കാരണം എഴുതുക. ഇനി വാട്ട് ഈസ് ദ ഡേ ടുഡേ? ഇന്ന് ഏത് ദിവസമാണ്? അറിയാമോ ഇന്ന് ഏത് ദിവസമാണ്? എങ്കിൽ അതവിടെ എഴുതുക. ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണ്. അങ്ങനെയെങ്കിൽ അവിടെ ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ എന്ന് എഴുതുക. ഇനി വിച്ച് ഡേ വാസ് ഇറ്റ് യെസ്റ്റർഡേ?
അങ്ങനെയെങ്കിൽ ഇന്നലത്തെ ദിവസം ഏതായിരിക്കും? ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ ഇന്നലത്തെ ദിവസം ഏതായിരിക്കും? തേഴ്സ്ഡേ. ഓക്കെ, വിച്ച് ഡേ വിൽ ബി ടുമോറോ? അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസം ഏതായിരിക്കും? ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ നാളത്തെ ദിവസം എന്തായിരിക്കും? സാറ്റർഡേ. വിച്ച് ഡേ വിൽ ബി ദ ഡേ ആഫ്റ്റർ ടുമോറോ? ടുമോറോ കഴിഞ്ഞു വരുന്ന ദിവസം ഏതാണ്? ഓക്കെ, ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ നാളത്തെ ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ഏതായിരിക്കും? സൺഡേ. ഓക്കെ, ഇവിടെ എഴുതുക സൺഡേ. വിച്ച് ഡേ വാസ് ഇറ്റ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? ഇന്നലത്തേന് മുൻപത്തെ ദിവസം ഏതാണ്? ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ ഇന്നലത്തേന് മുൻപത്തെ ദിവസം ഏതായിരിക്കും? വെനസ്ഡേ. ഇവിടെ എഴുതുക വെനസ്ഡേ. ഇനി ടീച്ചർ. Some children of class 2A love to play teacher. They have decided to take turns in playing the teacher's role. ക്ലാസ് 2 സ്കൂളിലെ ക്ലാസ് 2A കുട്ടികൾക്ക് എന്താണ് ടീച്ചറിന്റെ റോള് കളിക്കാൻ. ടീച്ചറായിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ബോർഡിലൊക്കെ എഴുതി അഭിനയിച്ച് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ദിവസം കൊടുത്തിട്ടുണ്ട്. മൺഡേയില് ആരാണ്? ഹു വിൽ പ്ലേ ടീച്ചേഴ്സ് റോൾ? മൺഡേയില് വൈഭവാണ്, ട്യൂസ്ഡേയില് അൽപ്പന, വെനസ്ഡേയില് ഗൗരവ്, തേഴ്സ്ഡേ ഗുർപ്രീത്, ഫ്രൈഡേ ദീപക്, സാറ്റർഡേ രഹ്നുമ. ഓക്കെ, അപ്പൊ 7 കുട്ടികൾ ഓരോ ദിവസം മാറി മാറി ടീച്ചേഴ്സ് ആയിട്ട് അഭിനയിച്ച് കാണിക്കുവാണേ. നൗ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പേജ് നമ്പർ 68. അവിടെ ആ ടേബിൾ തന്നേക്കുന്നത് വെച്ച് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. എ ഡാഷ് വിൽ ബി ദ ടീച്ചർ ദ ഡേ ആഫ്റ്റർ ഫ്രൈഡേ. ഫ്രൈഡേ കഴിഞ്ഞു വരുന്ന ദിവസത്തെ ടീച്ചർ ആരായിരിക്കും? ഫ്രൈഡേ കഴിഞ്ഞ സാറ്റർഡേ ആണ്. സാറ്റർഡേ ടീച്ചർ ആരാണ്? രഹ്നുമ. അവിടെ എഴുതിക്കേ രഹ്നുമ. ഇനി ബി ഡാഷ് വിൽ പ്ലേ ദ ടീച്ചേഴ്സ് റോൾ ഓൺ ദ ഡേ ബിഫോർ ട്യൂസ്ഡേ. ട്യൂസ്ഡേക്ക് മുൻപുള്ള ദിവസത്തെ ടീച്ചറായിട്ട് അഭിനയിക്കുന്നത് ആരായിരിക്കും? ട്യൂസ്ഡേക്ക് മുമ്പുള്ള ദിവസം ഏതാണ്? മൺഡേ ആണ്. അപ്പൊ മൺഡേയിൽ ആരാണ്? വൈഭവ്. അവിടെ എഴുതിക്ക എല്ലാവരും വൈഭവ്. ഇനി സി ഗൗരവ് വിൽ പ്ലേ ദ ടീച്ചേഴ്സ് റോൾ ഓൺ ദ ഡേ ആഫ്റ്റർ. ഗൗരവ് ടീച്ചറായിട്ട് അഭിനയിച്ച് കളിക്കുന്ന ആ ദിവസം ഏതാണ്? ആ ദിവസം ഏതാന്ന് നോക്കിക്കേ, വെനസ്ഡേ. അപ്പൊ അവിടുത്തെ ചോദ്യം കണ്ടില്ലേ, അത് ഏതോ ഒരു ദിവസം കഴിഞ്ഞു വരുന്ന ദിവസമാണ് ഗൗരവ് അവിടെ ടീച്ചറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏത് ദിവസം കഴിഞ്ഞ വെനസ്ഡേ വരുന്നത്? ഗൗരവ് കളിക്കുന്നത് വെനസ്ഡേ ആണ്. അപ്പൊ അത് ഏത് ദിവസം കഴിഞ്ഞിട്ടാണ് വെനസ്ഡേ വരുന്നത്? ട്യൂസ്ഡേ ആണ് അല്ലേ? അപ്പൊ അവിടെ എല്ലാരും എഴുതിക്കേ ട്യൂസ്ഡേ. ഇനി ദീപക് വിൽ പ്ലേ ദ ടീച്ചേഴ്സ് റോൾ ഓൺ ദ ഡേ ബിഫോർ. അതായത് ദീപക് ടീച്ചേഴ്സ് റോൾ കളിക്കുന്നുണ്ട്. ഏത് ദിവസമാണ്? ഫ്രൈഡേ ആണ്. ഓക്കെ, ഫ്രൈഡേ ദീപക് ടീച്ചേഴ്സ് റോൾ കളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഫ്രൈഡേ ഏത് ദിവസത്തിന് മുൻപത്തെ ദിവസമാണ്? സാറ്റർഡേക്ക് മുൻപുള്ള ദിവസമല്ലേ ഫ്രൈഡേ എന്ന് പറയുന്നത്? ഫ്രൈഡേ ദിവസമാണ് ദീപക് ടീച്ചേഴ്സ് റോൾ കളിക്കുന്നത്. സോ ഏത് ദിവസം മുൻപത്തെ ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സാറ്റർഡേ. ഓക്കെ, സാറ്റർഡേക്ക് മുൻപുള്ള ദിവസമാണ് നമ്മുടെ ദീപക് ടീച്ചേഴ്സ് റോള് കളിക്കുന്നത്. ഇനി ഗെയിംസ് എവറി ഡേ. നോക്കി, ടൈം ടേബിൾ ക്ലാസ് 2A ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. പീരിയഡ് 1st 2nd 3rd 4th 5th 6th മൊത്തം ഒരു ദിവസം 6 പീരീഡ് ഉണ്ട്. ആഴ്ചകളും കൊടുത്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. സൺഡേ ഇല്ല. 6 ദിവസങ്ങൾ ടൈം ടേബിൾ കൊടുത്തിരിക്കുക അല്ലെ? മൺഡേയിലെ ഫസ്റ്റ് പീരീഡ് നോക്കിക്കേ ഹിന്ദിയാണ്. മൺഡേയിലെ സെക്കൻഡ് പീരീഡ് മാത്സ്. മൺഡേയിലെ 3rd ഗെയിംസ് ആണ്. മൺഡേയിലെ 4th പീരീഡ് ഇംഗ്ലീഷ് ആണ്. മൺഡേയിലെ 5th പീരീഡ് EVS. 6th പീരീഡ് മ്യൂസിക് ആണ്. ട്യൂസ്ഡേയിലെ ഫസ്റ്റ് പീരീഡ് ഹിന്ദി, സെക്കൻഡ് മാത്സ്, 3rd ഡ്രോയിങ്, 4th ഇംഗ്ലീഷ്, 5th EVS, 6th ലൈബ്രറി. വെനസ്ഡേയിലെ ഫസ്റ്റ് ദിവസം ഏതാണ്? ഹിന്ദി. ഫസ്റ്റ് പീരീഡ് ഏതാണ്? ഹിന്ദി. സെക്കൻഡ് പീരീഡ് മാത്സ്, 3rd പീരീഡ് ഗെയിംസ്, 4th പീരീഡ് ഇംഗ്ലീഷ്, 5th EVS, 6th ലൈബ്രറി. അങ്ങനെ തേഴ്സ്ഡേയിലെ ഫസ്റ്റും സെക്കൻഡും 3rd 4th 5th 6th എല്ലാം വായിക്കാം. ഫ്രൈഡേ എല്ലാം വായിക്കാൻ പറ്റും. സാറ്റർഡേയിലെ എല്ലാം വായിക്കാൻ പറ്റും അല്ലെ? ഓരോ ദിവസത്തെ ഓരോ പീരീഡ് നമ്പേഴ്സും സബ്ജക്റ്റുകളും എല്ലാം ഈ ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട വർക്ക്സ് എന്താണ്? പേജ് നമ്പർ 69. Look at the timetable of class 2A and fill in the table. നമ്മൾ ഈ ടേബിൾ വെച്ചിട്ട് ഈ ടൈം ടേബിൾ നമുക്ക് തന്നേക്കുന്ന ഈ ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ ഇത് ഫിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ,
പീരീഡ് ഓൺ വിച്ച് ഡേയ്സ്. ഓരോ പീരീഡും ഏതൊക്കെ ദിവസങ്ങളിലുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഡ്രോയിങ് നോക്കിയേ, ഡ്രോയിങ് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളത് നോക്കിയേ. ഡ്രോയിങ് എന്ന് കാണുന്നത് എവിടെയൊക്കെയാണ്? ഡ്രോയിങ് ട്യൂസ്ഡേയിലെ ഡ്രോയിങ് ഉണ്ട് അല്ലേ? സോ അവിടെ ട്യൂസ്ഡേ എന്ന് എഴുതിക്കേ. ഇനി ഡ്രോയിങ് ഉള്ളത് എപ്പോഴാണ്? തേഴ്സ്ഡേയിലെ ഡ്രോയിങ് ഉണ്ട്, അപ്പൊ കോമ തേഴ്സ്ഡേ എന്ന് എഴുതുക. ഇനി ഡ്രോയിങ് ഉള്ളത് എപ്പോഴാണ്? സാറ്റർഡേയിലെ ഡ്രോയിങ് ഉണ്ട്, സോ സാറ്റർഡേ ഇതും കൂടെ എഴുതുക. ട്യൂസ്ഡേ കോമ തേഴ്സ്ഡേ കോമ സാറ്റർഡേ. ഇനി മ്യൂസിക്, മ്യൂസിക് ഉള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? മൺഡേയില് 6th പീരീഡ് മ്യൂസിക് അല്ലെ, സോ മൺഡേ എന്ന് എഴുതുക കോമ. ഇനി ഏത് ദിവസം മ്യൂസിക് ഉള്ളത് നോക്കിക്കേ. തേഴ്സ്ഡേ മ്യൂസിക് ഉണ്ട്, ഇനി ഫ്രൈഡേ മ്യൂസിക് ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ മൺഡേ കോമ മ്യൂസിക്കിന്റെ നേരെ മൺഡേ കോമ തേഴ്സ്ഡേ കോമ ഫ്രൈഡേ എന്ന് എഴുതുക. ഇനി ഗെയിംസ്, ഗെയിംസ് ഉള്ള ഏതൊക്കെ ദിവസമാണ്? മൺഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട് കോമ ഫ്രൈഡേ ഉണ്ട്. സോ ഗെയിംസിന്റെ അവിടെ മൺഡേ കോമ വെനസ്ഡേ കോമ ഫ്രൈഡേ എന്ന് എഴുതണം. ഇനി ലൈബ്രറി, ലൈബ്രറി വർക്കുള്ള ഏതൊക്കെ ദിവസങ്ങളാണ്? ട്യൂസ്ഡേയിൽ ലൈബ്രറി ഉണ്ട്, ട്യൂസ്ഡേയില് 6th പീരീഡ് ലൈബ്രറിയാണ് കോമ ട്യൂസ്ഡേ കോമ. ഇനി എന്താണ്? വെനസ്ഡേ, വെനസ്ഡേയിലുണ്ട്. ഇനി ഏത് ദിവസമുണ്ട്? സാറ്റർഡേ അല്ലേ? അപ്പൊ ലൈബ്രറിക്ക് നേരെ ട്യൂസ്ഡേ കോമ വെനസ്ഡേ കോമ സാറ്റർഡേ എന്ന് എഴുതണം. ഓക്കെ, ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ ട്യൂസ്ഡേ കോമ തേഴ്സ്ഡേ കോമ സാറ്റർഡേ. മ്യൂസിക് ആണെങ്കിൽ മൺഡേ കോമ തേഴ്സ്ഡേ കോമ ഫ്രൈഡേ. ഗെയിംസ് ആണെങ്കിൽ മൺഡേ കോമ വെനസ്ഡേ കോമ ഫ്രൈഡേ. ലൈബ്രറി ആണെങ്കിൽ ട്യൂസ്ഡേ കോമ വെനസ്ഡേ കോമ സാറ്റർഡേ. മിസ് ഈ പറയുന്നതെല്ലാം നിങ്ങൾ ഈ ടേബിൾ, മിസ് ഈ പറയുന്നത് വെച്ച് ഈ ടേബിൾ നോക്കണം കേട്ടോ. ഈ ടേബിളിൽ നോക്കിയിട്ട് മിസ് പറയുന്നത് കേട്ട് എഴുതാൻ നിൽക്കണ്ട, സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഈ ടേബിൾ ഫിൽ ചെയ്യണം. പേജ് നമ്പർ 69 ഈ ടേബിൾ ഫിൽ ചെയ്യണം കേട്ടോ. ഈ ടൈം ടേബിൾ വായിക്കുക, എന്നിട്ട് ഓരോ സബ്ജക്റ്റുകൾ ഏതൊക്കെ ദിവസമാണ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ ടൈം ടേബിളൊക്കെ നോക്കാൻ പഠിക്കണ്ടേ, അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യണം. ഇനി ഇൻ യുവർ ക്ലാസ്, നമ്മുടെ ക്ലാസ്സിലെ കാര്യം പറയുകയാണെ. ഓൺ വിച്ച് ഡേയ്സ് ഡു യു ഹാവ് എ ഗെയിംസ് പീരീഡ്? നിങ്ങളുടെ ക്ലാസ്സിൽ ഏതൊക്കെ ദിവസമാണ് ഗെയിംസ് പീരീഡ് ഉണ്ടാവുക? ഗെയിം എന്ന പീരീഡ് ഏതൊക്കെ ദിവസമായിരിക്കും ഉണ്ടാവുന്നത്? അത് ഏതൊക്കെ ദിവസമായിരിക്കും ഒന്ന് ഓർത്ത് എഴുതാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ക്ലാസ് ഇല്ല, ടൈം ടേബിൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് എക്സാക്ട് ആയിട്ട് പറയാൻ പറ്റത്തില്ല അല്ലെ? കാരണം ഇപ്പൊ എല്ലാം ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പോ ഗെയിംസ് പീരീഡ് ഒന്നും അങ്ങനെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഒരു ദിവസം എഴുതുക. ഓക്കെ, ഓർമ്മയിലുള്ള ദിവസങ്ങൾ എഴുതുക. ഇനി ഹൗ മെനി ചിൽഡ്രൻ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗെയിംസ് പീരീഡ് എവറി ഡേ? അതൊരു ചോദ്യമാണ്. എത്ര കുട്ടികൾക്കാണ് എല്ലാ ദിവസവും ഗെയിംസ് എന്ന പീരീഡ് വേണ്ടത്? ക്ലാസ്സിലാണെങ്കിൽ മിസ്സിന് ഇപ്പൊ ചോദിക്കാണ്, എത്ര പേർക്ക് വേണം എല്ലാ ദിവസവും ഗെയിംസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തർ കൈ പൊക്കും, മിസ്സിന് എണ്ണം പറഞ്ഞ് നമുക്ക് അവിടെ എഴുതാം. ഇപ്പൊ അങ്ങനെ ക്ലാസ്സിലല്ല, നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, എല്ലാവരും വീട്ടിലിരിക്കല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എണ്ണം എഴുതുക. മിക്കവാറും നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഗെയിംസ് പീരീഡ് എല്ലാ ദിവസവും വേണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ ക്ലാസ്സിലുള്ള അത്രയും ടോട്ടൽ നമ്പർ അവിടെ എഴുതിക്കോ കേട്ടോ, കുഴപ്പമില്ല. ഇനി വാട്ട് ഗെയിംസ് ഡു യു പ്ലേ ഇൻ യുവർ ഗെയിംസ് പീരീഡ്? നിങ്ങളുടെ ഗെയിം പീരീഡിൽ നിങ്ങൾ ഏതൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട് അത് എഴുതണം കേട്ടോ. ഏതൊക്കെ ഗെയിംസ് ആണ്? സി ക്വസ്റ്റ്യൻ. ഏതൊക്കെ ഗെയിംസ് ആണ് നിങ്ങളുടെ ഗെയിംസ് പീരീഡിൽ നിങ്ങൾ കളിക്കാറുള്ളത്, അത് ഏതൊക്കെയാന്ന് ഓർത്തിട്ട് അത് എഴുതുക. ഇനി ഓൺ വിച്ച് ഡേയ്സ് ഡു യു ഹാവ് എ ഡ്രോയിങ് പീരീഡ്? ഡ്രോയിങ് പീരീഡ് ഉള്ള ഏതൊക്കെ ദിവസങ്ങളായിരുന്നു? ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ടൈം ടേബിൾ ഇല്ല, അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ എഴുതിയാൽ മതി ഏതൊക്കെ ദിവസമായിരുന്നു ഡ്രോയിങ് ഉണ്ടായിരുന്നതെന്ന് ഓർത്ത് നോക്കുക, എഴുതുക. ഇഷ്ടമുള്ള ദിവസങ്ങളൊക്കെ എഴുതിക്കോളൂ. 3 ദിവസം അറ്റ്ലീസ്റ്റ് എഴുതണം. ഓക്കെ, 3 ദിവസം എഴുതുക. ഒന്നെങ്കിൽ മൺഡേ, ഫ്രൈഡേ, ട്യൂസ്ഡേ, അങ്ങനെ 3 ദിവസം അറ്റ്ലീസ്റ്റ് എഴുതണം. ഇനി ഡു യു ഹാവ് എ മ്യൂസിക് പീരീഡ്? നിങ്ങൾക്ക് മ്യൂസിക് പീരീഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. ഇഫ് യെസ് ഓൺ വിച്ച് ഡേയ്സ്? ഉണ്ട്, യെസ് എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് മ്യൂസിക് പീരീഡ് ഉണ്ടായിരുന്നതെന്ന് ഓർത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇനി ഇഫ് which days of the week do you like the best at school? ഇനി
ഈ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ അല്ലെങ്കിൽ ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാണ്? അത് എങ്ങനെ ഓർക്കുക? ഏത് ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഗെയിംസ് ഉള്ള ദിവസമൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം. അപ്പൊ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്റർവെൽ കൂടുതലുള്ള ദിവസമായിരിക്കുമല്ലോ ഇഷ്ടം. അങ്ങനെ നിങ്ങൾക്ക് ഏത് ദിവസമാണോ ഇഷ്ടം ആ ദിവസത്തെ കുറിച്ച് ഓർക്കുക. എന്നിട്ട് ആ ദിവസം മാത്രം എഴുതുക. ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 69, പേജ് നമ്പർ 68, പേജ് നമ്പർ 67, പേജ് നമ്പർ 66 ഇത്രയും ഹോംവർക്ക്സ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ചെയ്തിട്ട് എന്താ മിസ്സിന് ഹോംവർക്ക് അയക്കൂല എല്ലാവരും? എല്ലാവർക്കും സംശയമുള്ളതുണ്ടോ? ഉണ്ടെങ്കിൽ മിസ്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഹോംവർക്ക് അയച്ചു തന്ന് നല്ല മിടുക്ക കുട്ടികളായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.